നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ എൻ്റെ അതിഥികൾ രണ്ടുപേരും വളരെ നല്ല കലാകാരന്മാരാണ്. കേരളത്തിൽ വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നു വരുന്ന രണ്ട് കലാകാരന്മാർ, രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള കലാകാരന്മാരാണ്. ഒന്ന് നമുക്കൊക്കെ വളരെ സുപരിചിതനായ കഥകളി നടൻ, കഥകളി ആശാൻ, വലിയ കലാകാരനാണ് പള്ളിപ്പുറം സുനിലും. മറ്റൊന്ന് ലക്ഷ്മിയും, ഭരതനാട്യ കലാകാരിയാണ് ലക്ഷ്മി. നമുക്ക് രണ്ടുപേരുടെയും കുടുംബവിശേഷങ്ങൾ കേൾക്കാം. നമസ്കാരം. ഹായ് ലക്ഷ്മി. മലയാളം സംസാരിക്കുമോ? കുറച്ച് മലയാളമൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? പള്ളിപ്പുറമാണോ സ്ഥലം? ചേർത്തല പള്ളിപ്പുറം ജന്മസ്ഥലം. ഇപ്പോൾ വൈക്കത്താണ് താമസം. അതെയോ? ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടിൽ? അച്ഛനമ്മ പെങ്ങൾ. അവർക്കൊക്കെ ഈ കലയുമായി ബന്ധമുണ്ടോ? അച്ഛൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അച്ഛനില്ല. അച്ഛന് ഈ ഇല്ല, ഒന്നുമില്ല. എന്താ പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം? കുട്ടിക്കാലത്ത് കഥകളി പഠിക്കണം. എൻ്റെ വീടിനടുത്ത് കളത്തിൽ ക്ഷേത്രം എന്ന് പറയും. കളത്തിൽ ക്ഷേത്രത്തിൽ അവിടെ വളരെ പ്രശസ്തനായ ഒരു കഥകളി ആശാനുണ്ടായിരുന്നു, പള്ളിപ്പുറം ഗോപാലൻ നായർ. ആശാൻ്റെ വേഷം ഞാൻ കാണുകയും അങ്ങനെ ഞങ്ങൾ ഒരു താല്പര്യം ഉണ്ടായെങ്കിലും പിന്നീട് 10ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ കഥകളി പഠിക്കാനായിട്ട് ചേരുന്നത്. ആ ഒരു ആശാൻ്റെ ഒരു കാട്ടാള വേഷമായിരുന്നു അന്ന് കണ്ട്. അത് കണ്ട് ഒരു താല്പര്യം തോന്നി. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയത് ഏത് പ്രായത്തിലായിരുന്നു? 17 വയസ്സ്. 17 വയസ്സ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലായിരുന്നു. എന്ത് വേഷമായിരുന്നു അവിടെ? കൃഷ്ണൻ്റെ വേഷം. ഓ, ആദ്യമേ അങ്ങനെയാ തുടങ്ങിയത്. പകുതിപ്പുറപ്പാട് എന്ന് പറയും കഥകളിയിലെ ആദ്യ ചടങ്ങ് അത് ചെയ്തത്. നിങ്ങൾക്കൊക്കെ ഈ ഒരു സ്റ്റേജിൽ ഒരു വേഷം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വേഷം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ദുര്യോധനാവട്ടെ അല്ലെങ്കിൽ എന്തുമാവട്ടെ, നരസിംഹൻ, ഇങ്ങനെ പല പല കഥാപാത്രങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വ്രതം എടുക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെയില്ല. പക്ഷേ അരങ്ങത്ത് പോകുന്നതിന് മുമ്പ്, മനയോല തൊടുന്നതിന് മുമ്പ് നമ്മൾ ഗുരുക്കന്മാരെ സ്മരിക്കും. ആ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. വെജിറ്റേറിയൻ ആണോ? അതെ. അതാണ് ഞാൻ ചോദിച്ചത്. ശരിക്കും ഈ കഥകളി ചെയ്യുന്ന മിക്ക കലാകാരന്മാരും പ്യുവർ വെജിറ്റേറിയൻസ് ആയിരിക്കും. പക്ഷെ സിനിമയിലാണ് മിക്കവാറും ഇവരെ കാണിക്കുന്നതൊക്കെ നേരെ തിരിച്ചായിരുന്നു. ചില വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിലും മദ്യപാനിയായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ സങ്കടം തോന്നി, എല്ലാ കഥകളി കലാകാരന്മാരും ഇങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുണ്ട്. പക്ഷെ സിനിമയിൽ അങ്ങനെ കാണിക്കുമ്പോൾ പലപ്പോഴും നിങ്ങളൊന്നും എന്തുകൊണ്ടാണ് അത് എതിർപ്പ് പറയാത്തതെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പള്ളിപ്പുറം ഗോപാലൻ നായരാശൻ ഇങ്ങനെയുള്ള യാതൊരു ദുശീലങ്ങളും ഇല്ലാത്ത ഒരു ആശാനായിരുന്നു. എല്ലാ തരത്തിലും നല്ല പ്രശസ്തനായൊരു. പിന്നെ ലക്ഷ്മി, കുറച്ച് നേരം ലക്ഷ്മിയുടെ വിശേഷം അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കേരളം ഇഷ്ടമാണ് എന്ന് മനസ്സിലായി, ചോദിക്കുന്നില്ല. നാട്ടിൽ പോകാറുണ്ടോ? ഇതാണ് ഇപ്പൊ ലക്ഷ്മിയുടെ നാട് അല്ലേ? ജനിച്ച നാട്ടിൽ പോവാറുണ്ടോ? പാരീസ് അല്ലേ? പാരീസ് ലക്ഷ്മി എന്നാണ് അറിയപ്പെടുന്നത്. ലക്ഷ്മി എൻ്റെ അച്ഛനമ്മ ഇട്ട പേരാണോ? ഓ, അച്ഛനമ്മ ഇട്ട പേരാണോ ലക്ഷ്മി? ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മാറ്റിയതായിരിക്കും. അല്ല, ജനിച്ചപ്പോഴേ നേരത്തെ കുട്ടിക്കാലം. ഞാൻ ജനിച്ചത് ഫ്രാൻസിലെ ഒരു കലാകുടുംബത്തിലാണ്. എൻ്റെ അച്ഛൻ ഒരു നാടക നടൻ ആണ്. അമ്മ സ്കൾപ്ചർ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ അനിയൻ ഡ്രമ, മൃദംഗം ആൻഡ് ക്ലാസിക്കൽ യൂറോപ്യൻ ഓർക്കസ്ട്ര ഡ്രംസ് പ്ലെയർ ആണ്. 5 വയസ്സ് ഉള്ളപ്പോൾ മുതൽ ഇന്ത്യയിൽ വരാറുണ്ട്. എൻ്റെ മാതാപിതാക്കൾ ഇന്ത്യ ലവേഴ്സ് ആണ്. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും ഇന്ത്യയെ ഇഷ്ടപ്പെട്ടു. ഇന്ത്യ ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ഡാൻസ് ഇഷ്ടപ്പെട്ടിരുന്നു. 5 വയസ്സ് ഉള്ളപ്പോൾ
കോണ്ടംപററി ഡാൻസ് പഠിക്കുവാൻ തുടങ്ങി. പിന്നീട് ജാസും ക്ലാസിക്കൽ ബാലറ്റും ഹിപ്പ് ഹോപ്പും ഫ്ലാമെങ്കോയും പഠിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യൻ ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് പഠിക്കുവാൻ ആഗ്രഹം തോന്നി. അങ്ങനെ 9 വയസ്സ് ഉള്ളപ്പോൾ ഞാൻ ഫ്രഞ്ച് ടീച്ചർ ഭരതനാട്യം എന്ന് പഠിക്കുവാൻ തുടങ്ങി അവിടെ ഫ്രാൻസിലെ. കൂടാതെ എന്താ ടീച്ചറുടെ പേര്? ആർമൽ ഷോക്ക ആദ്യം, പിന്നെ ഡൊമിനിക് ദലോ. വാട്ട്സ് യുവർ ഒഫീഷ്യൽ നെയിം? മിറിയം സോഫിയ ലക്ഷ്മി. ഓ, മറിയം സോഫിയ ലക്ഷ്മി. ഫുൾ നെയിം. ബ്രദേഴ്സ് നെയിം? തെയോ എലി നാരായൺ. നാരായൺ. ഓക്കേ, തെയോ എലി നാരായൺ. ഓക്കേ ഓക്കേ. പക്ഷേ ആർട്ടിസ്റ്റ് നെയിം പാരിസ് ലക്ഷ്മി. ഇപ്പോൾ ക്ലാസ് ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. കലാശക്തി സ്കൂള് ഇതില് സ്കൂളിൽ രണ്ടും പഠിപ്പിക്കുന്നുണ്ടോ? കഥകളി ഭരതനാട്യം രണ്ടും? ഓക്കെ. ഇപ്പൊ എത്ര സ്റ്റേജ് കഴിഞ്ഞ് കാണും ലക്ഷ്മിയുടെ? എനിക്കറിയില്ല. ഒരുപാട് ഫ്രാൻസിലെ, പിന്നെ ഇന്ത്യയിൽ കുറെ സ്റ്റേജസ് ആയോ? കേരളത്തിൽ ഉണ്ടായിരുന്നു, പിന്നെ തമിഴ്നാട് ഉണ്ടായിരുന്നു, ചിദംബരം ടെമ്പിൾ, പിന്നെ തിരുവയ്യാരു ടെമ്പിൾ. ഓ, അവിടെ നാട്യാഞ്ജലി ഫെസ്റ്റിവൽ 2010 ഒരു സബ്ജക്റ്റ് എടുത്ത് നമ്മൾ പെർഫോം തുടങ്ങുമ്പോൾ അത് പഠിക്കുമോ? ആ സ്റ്റോറി പഠിക്കുമോ? ഫോർ എക്സാമ്പിൾ ഇപ്പം മധുരൈ മീനാക്ഷി അല്ലെങ്കിൽ കാഞ്ചി കാമാക്ഷി, അതല്ല എന്തുമാവട്ടെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പോൾ അല്ലേ, അത് പഠിക്കുമോ? അതോ എല്ലാവരും ചെയ്ത അതേ ഫോർമാറ്റിൽ തന്നെയാണോ ഇങ്ങനെ അങ്ങ് ചെയ്തു പോകുന്നതാണോ ലക്ഷ്മി? ലക്ഷ്മിയുടേതായിട്ടുള്ളൊരു ശൈലിയുണ്ട്, ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പം അത് ശരിക്കും അത് ഉൾക്കൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോറി ശരിക്കും പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പാടുവോ? കുറച്ച് ഒന്ന് പാടിക്കേ കേൾക്കട്ടെ. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, മലരുളിയേ മന്ദാരമലി മന്നരം, മലരുളിയേ മന്ദാരമലരേ മഞ്ചാടി മണിയേ ചഞ്ചാതു മരക്കേ പുതു മരരേ പുന്നര മലരേ എന്നോലം മണിയേ എൻ കുഞ്ഞു മലരേ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ, ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. സാധാരണ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ 40-45 വർഷങ്ങളൊക്കെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് പോലും ആരും മലയാളം പഠിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പം മറ്റു ഭാഷയിൽ നിന്ന് വരുന്ന മിക്ക ആർട്ടിസ്റ്റുകളും ആരെ നോക്കുകയാണെങ്കിലും. പക്ഷേ ഇത്രയൊക്കെയെങ്കിലും മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനി എഴുതാനും വായിക്കാനും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? പേപ്പർ വായിച്ചാൽ മതി ഡെയിലി. ആരാ അതിനും നമ്മൾ തന്നെയാണോ ഗുരു മലയാളം പഠിക്കാൻ? ആണോ? ഈ ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും എനിക്ക് എൻ്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. പഠിക്കാൻ വന്നതല്ലേ കൂടെ? ഡാൻസ് പഠിക്കാൻ വന്നതാണോ? അല്ല, ആദ്യം ശരിക്കും ലക്ഷ്മിനെ ഞാൻ ആദ്യം കാണുന്നത് 7 വയസ്സുള്ളപ്പോഴാണ്. അന്ന് നമുക്ക് എത്ര വയസ്സുണ്ട്? എനിക്കന്ന് 20 വയസ്സ്. ഞങ്ങൾ തമ്മിൽ 13-14 വയസ്സുണ്ട്. അത്രയും വ്യത്യാസമുണ്ടല്ലേ? പിന്നീട് കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ
കഥകളി പ്രോഗ്രാമിന് പോയതാ? ഇടയിലാണ്. കാണാൻ പോയി. അവരെ ഫാമിലി എല്ലാവരും കൂടെ, അച്ഛനും അമ്മ കാണാൻ എല്ലാവരും കൂടെ വന്നു. അങ്ങനെയാണ് ആദ്യം കാണുന്നു. പിന്നെ 2007 അന്ന് 15 വയസ്സേ ഉള്ളൂ. 16 വയസ്സ്. 16 വയസ്സ്. അന്ന് ആ സമയത്താണ് സിനിമയിൽ ബിഗ് ബിയിൽ അഭിനയിച്ചു അല്ലേ? ഓക്കെ. അത് കല്യാണത്തിന് മുമ്പായിരുന്നോ? കല്യാണത്തിന് മുമ്പ്. അതെയോ? എന്താ ഇങ്ങനെ കല്യാണം കഴിക്കണം തോന്നാനുള്ള കാര്യം എന്താണ്? ശരിക്കും ആദ്യം കാരണം നിങ്ങൾ വളരെ യാഥാസ്ഥിക ഒരു കുടുംബമായിരിക്കും അല്ലേ? അതെ, ശരിക്കും ലക്ഷ്മിയുടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണാനായിട്ട് എന്നെ വിളിച്ചു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് അന്ന് 2007 ഞാൻ കാണുന്നത് ലക്ഷ്മി പ്രാക്ടീസ് ചെയ്തു. അന്ന് തന്നെ എനിക്കൊരു താല്പര്യം തോന്നിയിരുന്നു. നല്ല ആ പെർഫെക്ഷൻ, എക്സ്പ്രഷൻ എല്ലാം തുടങ്ങി നല്ല അതിനോടുള്ള ആത്മാർത്ഥത എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, നമുക്ക് ഇവിടെ നമ്മൾ അങ്ങോട്ടാ പ്രപ്പോസ് ചെയ്തത് അല്ല, പ്രോഗ്രാം ചെയ്യാൻ, അമ്പലങ്ങളിൽ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുണ്ടോ, നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി. വിവാഹം കഴിക്കാനുള്ള തീരുമാനം ഒക്കെ 2012 ഞങ്ങൾ തീരുമാനം എടുക്കണം. പ്രപ്പോസ് ചെയ്ത് ഉടനെ യെസ് പറഞ്ഞോ? ഒരു വർഷം ഒരു ഡിമാൻഡ്. അല്ല, ഞാനും അങ്ങനെ ഉടനെ വിവാഹം, ഞാൻ അവിടെ പോയി ഫ്രാൻസിൽ ചെന്നു. ഇവരുടെ വീട്ടിൽ 2-3 മാസം താമസിച്ചിരുന്നു വിവാഹത്തിനൊക്കെ മുമ്പ്. അങ്ങനെ അതിനൊക്കെ ശേഷമാണ് ശരിക്കും മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഞാൻ വിവാഹം കഴിക്കാനുള്ളൊരു തീരുമാനം. അവർ രണ്ട് വീട്ടിലും പ്രശ്നമൊന്നുമില്ലായിരുന്നു? കുഴപ്പമില്ല. ഇല്ല, നിങ്ങളുടെ വീട്ടിലും പ്രശ്നമൊന്നുമില്ല? പ്രശ്നമൊന്നുമില്ല. അത് കാണാം. നാച്ചുറലി ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, അച്ഛന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു മദാമ്മക്കുട്ടി നമ്മുടെ വീട്ടിൽ വരിക എന്നൊക്കെ പറയുമ്പോ അല്ലേ? അല്ല, ലക്ഷ്മിയെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ദൈവനിശ്ചയം വൈക്കത്തപ്പൻ്റെ. വീട്ടിൽ കൺവിൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയോ? വീട്ടിൽ അച്ഛന് ഇച്ചിരി താല്പര്യക്കുറവുണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ഈ മറ്റ് ഈ വിദേശി എന്നുള്ള ഒറ്റ കാര്യം അത്രേ ഉള്ളൂ. സത്യത്തിൽ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണോ മലയാളം പഠിച്ചു തുടങ്ങിയത്? അല്ല, ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എന്നിട്ട് പ്രശ്നമൊന്നുമില്ല, വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്യും? നിങ്ങളുടെ വീട്ടിലൊക്കെ പോവുകയൊക്കെ ചെയ്യും? ശരിക്കും കേരളത്തിൽ വന്നപ്പോൾ ലക്ഷ്മിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയോ ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത്? ബിക്കോസ് എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചർ, എൻറ്റയർലി ഡിഫറെൻറ്റ് ലാംഗ്വേജ് അല്ലേ? അതെ, പക്ഷേ എനിക്ക് 5 വയസ്സേ ഉള്ളപ്പോൾ വന്നതാണ്. അത് യൂസ്ഡ് ആയി കാണും. എന്നാലും ഫിലിമിൽ ആക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടോ? ഒരു ബിഗ് ബി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രാൻസിലെ പോയി എൻ്റെ വിസ കഴിഞ്ഞു, ടൂറിസ്റ്റ് വിസ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ചാൻസ് കിട്ടിയാൽ അഭിനയിക്കും. നല്ല ക്യാരക്ടർ കിട്ടിയാൽ അഭിനയിക്കും അല്ലേ? ഇങ്ങനെ മലയാളം പഠിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഒരുവിധം നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ലക്ഷ്മിയുടെ കഴിവിനനുസരിച്ചുള്ളൊരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ല. എന്തായിരിക്കും അങ്ങനെ ഒരു ഇത് വരാത്തത്? എന്തുകൊണ്ട്? ഇതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ? സുനിലിനെ സംബന്ധിച്ച് എന്തും സംസാരിക്കാൻ പേടിയാ അല്ലേ? കോൺട്രവേഴ്സി ഇത്തിരി ഭയപ്പെടുത്തുന്നുണ്ട് അല്ലേ? ഇനി ഇത് പറഞ്ഞ പ്രശ്നമാണോ, അത് പറഞ്ഞ പ്രശ്നമാണോ? വീട്ടിൽ അവർ എതിരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി വീട്ടിൽ പ്രശ്നമാകുമോ? പോളിറ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഈ കല്യാണം കഴിക്കാൻ വലിയ പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ. ഒരു മദാമ്മക്കുട്ടിയെ ലൈഫിൽ കൊണ്ടുവരാൻ നിസ്സാര കാര്യമൊന്നുമല്ല അല്ലേ? അപ്പൊ പേടിയുണ്ട് കേട്ടോ, അത് സമ്മതിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരു നിയമത്തിൽ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. കഥകളി ആശാന്മാർ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം എന്നൊന്നുമില്ല. കഥകളി കളിക്കുമ്പോൾ മാത്രമേ.
ആണോ? അതിന്റെ പൊളിറ്റിക്സ് ഉണ്ടോ? പൊതുവെ ഇവിടുത്തെ ഒരു കേരളത്തിലെ ഒരു കുഴപ്പം ഇപ്പം സിനിമ ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിലാണല്ലോ ഈ ഗ്ലാമർ ആണല്ലേ? അപ്പം ആ ഒരു റിയൽ കലാകാരന്മാർക്ക് അവസരം കുറയുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ചെന്നൈ പോലുള്ള ഒരു സ്ഥലത്തൊക്കെ കുറെ കൂടെ വ്യത്യാസമുണ്ട്. അല്ലേ? വ്യത്യാസം അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ പോകണം തോന്നിയില്ല? ലക്ഷ്മിക്ക് ഇവിടെ ജീവിക്കണം കേരളത്തിൽ. അല്ല, അവിടെ ഇവിടെയായിട്ട് നിൽക്കാമല്ലോ. ഒരു കലാകാരന് എവിടെയാണോ വളരാൻ സൗകര്യം അങ്ങോട്ട് മാറുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ വൈക്കത്ത് നമ്മളൊരു വൈക്കത്തപ്പൻ്റെ മണ്ണിൽ നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുണ്ട്, അപ്പോൾ അവരെയൊക്കെ പഠിപ്പിക്കുക. കുക്ക് ചെയ്യോ? ചെയ്യും. കേരള ഫുഡ് എല്ലാം അതൊക്കെ പിന്നെ പിന്നെ പഠിച്ചതല്ലേ? ആദ്യകാലത്തൊക്കെ അതൊക്കെ കുറച്ച് വിഷമങ്ങളായിരിക്കില്ലേ? പിന്നെ ഞാൻ സഹായിക്കുമല്ലോ. നമ്മള് നല്ല കുക്കാണോ? അത്യാവശ്യം. ദേഷ്യം വരുമോ സുനിലിന്? ഇല്ല. ദേഷ്യം വരില്ലേ? ലക്ഷ്മിക്ക് ദേഷ്യം വരും. അത് ശരി. ലക്ഷ്മി വയലന്റ് ആവോ? ഭദ്രകാളിയൊക്കെ ആവോ? അപ്പൊ മഹിഷാസുര മർദ്ദിനിയൊക്കെ എടുക്കോ? ഈ ഡാൻസിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണ് ആക്ച്വലി? എല്ലാം ഇഷ്ടപ്പെട്ടു. രൗദ്രഭാവം ഇഷ്ടമാണോ? ആണോ? ഏറ്റവും ഇഷ്ടം രൗദ്രഭാവമാണോ? ശൃംഗാരം. ഓക്കെ. റൊമാൻറ്റിക് ആണോ? എല്ലാ ഭാവം ഇഷ്ടമാണ്. എല്ലാ ഭാവവും ഇഷ്ടമാണ്. ഫേവറേറ്റ് ഒന്നുമില്ല. ശിവന്റെ ക്യാരക്ടർ ഇഷ്ടമാണ്, കൃഷ്ണന്റെ. സുനിലിന് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ്? ഒന്നുമില്ലേ? ഞാൻ പറയാം, രണ്ടുപേരും നുണയനും നുണയച്ചിയും കൂടി കല്യാണം കഴിച്ച് അങ്ങ് ജീവിക്കുക കേട്ടോ. ആ ശരി, ഞാൻ എല്ലാം വിശ്വസിച്ചു. സൈലന്റ് ക്യാരക്ടർ ആണ്. അത് നല്ലതല്ലേ? ഒന്നും മിണ്ടായിരിക്കുന്നില്ല. ഇവിടെ ഓരോ ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. ഇത് മിണ്ടായിരിക്കില്ലേ? നല്ലതല്ലേ? പക്ഷെ നല്ലത്. എന്താണ് ജീവിതത്തിൽ പ്ലാനിങ് എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. കൂടാതെ ഞങ്ങൾ കുറച്ച് സൊസൈറ്റിക്ക് നല്ല നല്ല പുരാണ കഥകളിലെ നല്ല മെസ്സേജൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്യാനുള്ള. ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. 5 years ഉള്ളപ്പോഴാണ് കേരളത്തിലേക്ക് വരുന്നത്. അപ്പൊ സ്കൂൾ ഒക്കെ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? സ്കൂള് തീർന്നു കഴിഞ്ഞു ഫ്രാൻസിലെ. 5 വയസ്സുള്ളപ്പോഴല്ലേ ആദ്യമായിട്ട് പോയി വരുമായിരുന്നു? 6 മാസത്തേക്കുള്ളിൽ നിൽക്കാൻ പറ്റില്ല. പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്, അല്ലാതെ 5 years മുതൽ പെർമനന്റ്ലി ഇവിടെ എല്ലാ വർഷം പോയി വരും. വെക്കേഷൻ ടൈം 2 മാസം. ഗ്രാജുവേഷൻ ഒക്കെ കംപ്ലീറ്റ് ഒക്കെ അവിടെ ചെയ്യും. അതുപോലെ അവിടുത്തെ ഫ്രാൻസിലെ ക്ലാസിക്കൽ, കണ്ടംപററി, ബാലറ്റ്, ജാസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ ക്ലാസിക്കൽ. എങ്ങനെയുണ്ട് ഇവരുടെ പാരീസിൽ, ഇവരുടെ നാട്ടിലൊക്കെ പോയപ്പോൾ ഇവരുടെ ലൈഫ് സ്റ്റൈലും ഇതൊക്കെ അതാണോ ഇവിടുത്തെയാണോ നല്ലതെന്ന് തോന്നിയത്? ശരിക്കും ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ലക്ഷ്മിയുടെ വീട്ടിൽ അവിടെ നിറച്ച് നമ്മുടെ ഇന്ത്യൻ ദൈവങ്ങളും എല്ലാം ആണ് അവിടെ അകത്ത് നിറച്ച്. ഇന്ത്യൻ വീട് തന്നെ. ഇന്ത്യൻ വീട് തന്നെ. 2 നേരം വിളക്ക് കത്തിക്കും. അവിടെ ഒരു ബോക്സ് ഉണ്ട്, അത് ഓൺ ചെയ്യുമ്പോൾ ഓരോ മന്ത്രങ്ങൾ വരും. അങ്ങനെ നമ്മുടെ ശൈലിക്ക് തന്നെ ജീവിക്കുന്നതാണ്. പിന്നെ അവർ അമൃതാനന്ദമയുടെ ഡിസൈപ്പിളാണ്. അമ്മയുടെ ആശ്രമത്തിൽ കളിച്ചിട്ടുണ്ടോ? ഡാൻസ് ചെയ്തോ? ക്രിസ്മസ് സെലിബ്രേഷൻ അവിടെ. പിന്നെ ലക്ഷ്മിയുടെ പ്ലാനിങ് എന്തൊക്കെയോ? വാട്ട് ഈസ് യുവർ പ്ലാൻ, ഫ്യൂച്ചർ പ്ലാൻസ്? ടെൽ മീ. ഞങ്ങളുടെ ഒരുമിച്ച് ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസ് പ്രോഗ്രാം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. ഓ, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ഫ്യൂഷൻ, കഥകളി ആൻഡ് ഭരതനാട്യം. ഓക്കെ. പിന്നെ ഡാൻസ് കൊറിയോഗ്രാഫികൾ, പുതിയ കൊറിയോഗ്രാഫികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഫിലിമിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ താല്പര്യമുണ്ടോ? പക്ഷേ ഭരതനാട്യം ക്ലാസിക്കൽ കൊറിയോഗ്രാഫി. പിന്നെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 40ഓളം. 40ഓളം? ഓ,
കഥകളിയും ഭരതനാട്യവും ഓക്കെ രണ്ടും. ഭരതനാട്യം 25 കുട്ടികൾ. പിന്നെ സിനിമയിൽ നല്ല ചാൻസ് കിട്ടിയാൽ ആക്ട് ചെയ്യണം. അങ്ങനെ ഡാൻസും ടീച്ചിങ്ങും ആക്ടിങ്. നിങ്ങളുടെ കല്യാണം നമ്മുടെ ആചാരപ്രകാരമാണോ എങ്ങനെയാണ് നടന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ഓ ഓക്കെ. അമ്പലത്തിൽ അപ്പോൾ ഇവർക്ക് കയറാൻ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല? ഹിന്ദു നമ്മുടെ കൺവേർട്ട് ചെയ്തോ? കൺവേർട്ട്. മതം മാറിയോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ വീട്ടിലിരുന്ന്? ലളിതാ സഹസ്രനാമം അങ്ങനെയൊക്കെ പഠിക്കുന്നു? ഭജൻസ് ഒക്കെ പാടും. അതെയാ? ആഹാ. ഭജൻസ് എങ്ങനെ വീട്ടിലിരുന്ന് പാടുമോ അതോ എവിടെയെങ്കിലും സ്റ്റേജിൽ പാടുമോ? പാട്ട് പഠിക്കുന്നുണ്ടോ ലക്ഷ്മി? തുടങ്ങി. ആരാണ് പഠിപ്പിക്കുന്നത്? ഗിരീഷേട്ടൻ ഒരു ആശാൻ വെച്ചൂർ ഗിരീഷ്. RLV പഠിച്ചു. അപ്പൊ ലക്ഷ്മി നീ വലിയൊരു കലാകാരിയാവട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. സിനിമയിൽ അഭിനയിക്കട്ടെ, അഭിനയിക്കാൻ നല്ല നല്ല അവസരങ്ങൾ വരട്ടെ, കൊറിയോഗ്രാഫി ആൻഡ് ക്ലാസിക്കൽ ഡാൻസിലൊക്കെ നല്ല ഒരു പോപ്പുലർ പൊസിഷനിൽ എത്തട്ടെ. ഓക്കെ. നല്ലൊരു ഗുരു, ഒന്നും മിണ്ടാത്തൊരു ഭർത്താവിനെയാണ്, ഒന്നും മിണ്ടാത്ത ഭാര്യ കേട്ടിട്ടുണ്ട്, ഒന്നും മിണ്ടാത്തൊരു ഭർത്താവിനെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ജീവിതം നന്നായിരിക്കും. രണ്ടുപേരും കൂടെ അടിയുണ്ടാകുമ്പോഴല്ലേ പ്രശ്നം അല്ലേ? അല്ലേ ഗുരുവേ? എന്നാലും ഗുരു ശിഷ്യയെ കല്യാണം കഴിച്ചത് ഇത്തിരി എനിക്ക് ആലോചിച്ചു. ഞാനങ്ങനെ ലക്ഷ്മി പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇല്ല പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കഥകളി പഠിക്കണം ആഗ്രഹമുണ്ടോ? തുടങ്ങി ആണോ? വെരി ഡിഫിക്കൽട്ട്. ഇല്ല, ഇഷ്ടപ്പെട്ടു. അപ്പൊ കഥകളിയും പഠിക്കൂ. അപ്പൊ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടട്ടെ. ഓക്കെ. പരിചയപ്പെട്ട ദിവസം